എല്ലാവർക്കും നമസ്കാരം. എം.ടി. പോലെ അനശ്വരനായ ഒരു എഴുത്തുകാരന് വേണ്ടി ഒരു 3 ദിനം മാറ്റിവെച്ച അഹല്യ ഗ്രൂപ്പ് ഭാരവാഹികളോട് ആദ്യം തന്നെ എന്റെ സന്തോഷം അറിയിക്കട്ടെ. അതിൽ എന്നെയും കൂടി പങ്കാളിയാക്കിയ അഹല്യയോടും പ്രിയ സുഹൃത്ത് സുഭാഷ് ചന്ദ്രനോടും ഉള്ള നന്ദി അറിയിക്കുന്നു. എം.ടി. മരിച്ചിട്ട് ഏതാണ്ട് 2 മാസത്തിലധികമായി. ഇപ്പോഴും നടക്കാവുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കേരളത്തിലെ പല ഭാഗത്തു നിന്നുള്ള വായനക്കാർ നിത്യവും വന്നുകൊണ്ടിരിക്കുന്നു. വരാണ്ട് കഴിഞ്ഞകത്ത് കയറുന്ന ആദ്യത്തെ മുറിയിലാണ് അദ്ദേഹം ഇരിക്കാറുണ്ടായിരുന്ന ഒരു കസാല. ആ കസാലയ്ക്ക് മുന്നിൽ ആദരപൂർവ്വം നിശബ്ദരായി നിൽക്കുന്നു. ചിലർ ആ കസാലയെ തൊട്ട് വണങ്ങുന്നു. അപ്പോ താൻ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത സാഹിത്യ രചന എന്ന പ്രവൃത്തി എത്രത്തോളം പുണ്യാത്മകവും അർത്ഥപൂർവമായിരുന്നു എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ കാലാതീതം എം.ടി. എന്ന ഈ യോഗ ശീർഷകം വളരെ ഉചിതവും കൃത്യവുമാണ് എന്ന് മനസ്സിലാക്കണം. മുമ്പ് എനിക്കിതുപോലുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ പിറന്നാളിന് വീട്ടിൽ പോകുന്ന സമയത്തുണ്ടായിട്ടുണ്ട്. അതായത് പല ക്ഷേത്രങ്ങളുടെ പേരച്ചടിച്ച ചെറിയ ചെറിയ ബ്രൗൺ കവറുകൾ എം.ടിയുടെ മീശപ്പുറത്ത് കാണാറുണ്ട്. പല ക്ഷേത്രങ്ങളിലും അർച്ചനയും പുഷ്പാഞ്ജലിയും ഒക്കെ കഴിച്ചതിന്റെ പ്രസാദമാണ്. ഇപ്പൊ കേരളത്തിലെ പല ഗ്രാമങ്ങളിൽ ഇരുന്നു കൊണ്ട് വായനക്കാർ ഒരു എഴുത്തുകാരന് വേണ്ടി, ഒരു എഴുത്തുകാരന്റെ ആരോഗ്യത്തിനും ആയുസ്സിനും സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ചിലപ്പോൾ ലോകത്തിൽ തന്നെ ഏതെങ്കിലും എഴുത്തുകാരന് ഇത്തരം സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ സുഹൃതം കിട്ടിയിട്ടുണ്ടാവുമോ എന്ന് സംശയമാണ്. എം.ടി. അനുസ്മരിക്കുന്ന ഒരു യോഗമായതുകൊണ്ട് ഞാനിത് ഓർമ്മിച്ചതെന്ന് മാത്രം. എം.ടി. കാഥികനും മനുഷ്യനും എന്നതാണ് എന്റെ വിഷയം. എം.ടിയുടെ കഥകളെ കുറിച്ചും എം.ടിയുടെ കാഥികനെ കുറിച്ചും ഒക്കെ പലരും പറഞ്ഞു കഴിഞ്ഞതാണ്. എന്റെ പരിമിതമായ അറിവിൽ ഒരു 25 പേരെങ്കിലും എം.ടിയുടെ കഥകളിൽ ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് കഥകളുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അഗ്രഹാരത്തിന്റെ തനത് സംസ്കാരത്തിൽ, തമിഴ് സംസ്കാരത്തിൽ ജനിച്ചു വളർന്ന എം.ടി. എന്ന കാഥികൻ എങ്ങനെ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ എന്റെ ജീവിതവുമായി എം.ടി. കഥകൾ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന ഒരു ആലോചനയായിരിക്കും കുറെ കൂടി ഉചിതം എന്ന് തോന്നുന്നു. സാഹിത്യവുമായി ഒരു ബന്ധവുമില്ലാത്ത, സംഗീതത്തിന് പ്രാധാന്യമുള്ള, എല്ലാവരും തമിഴ് സംസാരിക്കുന്ന, തമിഴ് മാത്രമെന്ന് പറഞ്ഞുകൂടാ, അതിൽ കുറച്ച് മലയാളമുണ്ട്, കുറച്ച് ഇംഗ്ലീഷുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന ഒരു ഭാഷയിൽ സംസാരിക്കുന്ന ഒരു പാലക്കാടൻ അഗ്രഹാരത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പൊ ചിലർക്ക് തോന്നാം അതെന്താ അങ്ങനെ ഒരു ഭാഷ, 3 കൂടി ചേർന്ന ഒരു ഭാഷ എന്ന് തോന്നാം. ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നൊരു ഉദാഹരണം. അമ്മി നീ എങ്ക പോറേ? ചോദ്യം. ഉത്തരം, കൂട്ടാൻ വെച്ച് പച്ചക്കറി കൊണ്ട് മാർക്കറ്റിൽ പോറേ. ഇതിൽ 3 ഭാഷയിലെ വാക്കുകളുണ്ട്. ഈ ഭാഷ കേട്ടും സംസാരിച്ചുമാണ് ഞാൻ വളർന്നത്. കാലം എത്രയോ കഴിഞ്ഞു, ലോകം മാറി. പക്ഷെ ഇപ്പോഴും അഗ്രഹാരത്തിലെ ഈ ഭാഷയ്ക്ക് മാറ്റം വന്നിട്ടില്ല. ഈ അടുത്ത കാലത്ത്
എനിക്കുണ്ടായ ഒരു അനുഭവം. കൽപ്പാത്തിയില് കാലത്ത് 4 മണിക്ക് ഫിൽട്ടർ കാപ്പി വിൽക്കുന്ന ഒരു കടയുണ്ട്. അപ്പൊ അധികാലത്ത് എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ അവിടെ കാപ്പി കുടിക്കാൻ പോകും. അപ്പൊ ഞാൻ ഈയിടെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ 2 സ്വാമിമാരും ഉണ്ട്. അപ്പൊ എന്നെ കണ്ടപ്പോൾ ഒരു സ്വാമി പറയുന്നു, ഇവനൊരു ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിന് ഉള്ളത്. അപ്പൊ മറ്റേ സ്വാമി പറയാം, ഇതെനിപ്പോ വലിയ കവിയായിട്ടുണ്ട്. അപ്പോ ഈ ഭാഷയുടെ നടുവിലാണ് ഈ 61 കൊല്ലമായിട്ട് ഞാൻ ജീവിക്കുന്നത്. അഗ്രഹാരത്തിന് പോകും. മാത്രമല്ല, അഗ്രഹാരത്തിന് പ്രധാനപ്പെട്ട വിശേഷങ്ങളൊക്കെ പറയുന്നത് 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി, പിന്നെ ദീപാവലി, കാർത്തിക, തൈപ്പൊങ്കൽ, ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ക്രിക്കറ്റാണ് ആൺകുട്ടികളുടെ പ്രധാനപ്പെട്ട കളി. പെൺകുട്ടികൾ കിട്ടാനുള്ള ഓരോരുത്തരെയും മാല തൊടുക്കാൻ പഠിച്ചും പാട്ടുപാടിയും പല്ലങ്കി വിളയാടിയും ഒക്കെ സമയം കളഞ്ഞു. അപ്പൊ വായന തുടങ്ങുന്നതിന് മുമ്പ് വരെയുള്ള എന്റെ ലോകം ഇതാണ്. അഗ്രഹാരത്തിന് പുറത്ത് വേറെ ഒരു ലോകം ഉണ്ട് എന്ന് അന്ന് എനിക്ക് അറിയില്ല. ആ ലോകത്ത് അറളിപൂത്ത കാവുകളും വെളിച്ചപ്പാടിന്റെ അരമണികിലുക്കവും മച്ചിൽ ഭഗവതിയും ഭഗവതിയുടെ ചുവന്ന പട്ട്, അറകളും 4 കെട്ടുകളും അറകളും പത്തായങ്ങളും ഇടനാഴികളും ഒക്കെയുള്ള 4 കെട്ടുകൾ, അവയുടെ പടിപ്പുരകൾ, കുണ്ടൻ ഇടവഴികൾ, വേലിപ്പടപ്പുകൾ, ഗ്രാമത്തെ ചുറ്റി ഒഴുകുന്ന പുഴ, തോണിക്കാനൽ, കുന്നുകൾ, മലകൾ, ഈറൻമുടിയും തെച്ചിയും നമ്പ്യാരോട്ടവും ചൂടി അമ്പലത്തിലേക്ക് പോകുന്ന പെൺകുട്ടികൾ, താലപ്പൊലി, തിരുവാതിര, ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പര സ്നേഹത്തോടെ ജീവിച്ചിരുന്ന ഒരു കാലം. ഇതൊക്കെ എനിക്ക് അജ്ഞാനമായിരുന്നു. എനിക്കിതൊക്കെ കാണിച്ചു തന്നത് എം.ടി. ഇടപ്പള്ളി. ഈ ലോകത്തിന്റെ പേര് വള്ളുവനാട് എന്നാണെന്നും അത് പാലക്കാടിന്റെ ഭാഗമാണെന്നും അന്ന് എനിക്കറിയില്ല. ആ ലോകം എന്നെ വല്ലാതെ ആകർഷിച്ചു. ഞാൻ ഇഷ്ടപ്പെട്ടു. ആ ലോകത്തെ കൂടുതൽ അറിയാൻ ശ്രമിച്ചു. ആ ലോകത്തിൽ വീണു പോകാനുള്ള കാരണം ഞാൻ അതുവരെ കേൾക്കാത്തൊരു മലയാളത്തിലാണ് അതെല്ലാം എഴുതപ്പെട്ടത് എന്നതുകൊണ്ടാണ്. വള്ളുവനാടൻ ഭാഷ എന്ന ആ മലയാളം കവിതയുടെ സൗന്ദര്യം പോലെ എന്റെ മനസ്സിൽ തൊട്ടു. കഥകൾ ആത്മാവിൽ നിന്നൊഴുകുമ്പോൾ കവിതകളാകുന്നു എന്ന് എം.ടി. മഞ്ഞൾ എഴുതിയിട്ടുണ്ട്. കൂട്ടത്തിൽ പറയട്ടെ, മഞ്ഞാണ് ഞാൻ ജീവിതത്തിൽ വായിച്ചതും എം.ടിയുടെ വായിച്ചതുമായ ആദ്യത്തെ പുസ്തകം. അതിലെ ആ നൈനിത്തോളം അന്തരീക്ഷവും കഥാപാത്രങ്ങളും എം.ടി. കൊണ്ടുവന്ന ഒരു ലിറിക്കൽ ആയിട്ടുള്ള ഒരു ഭാഷയും കാത്തിരിപ്പ് എന്നൊരു ജീവിതാവസ്ഥയും എല്ലാം കൂടി എന്റെ മനസ്സിൽ ഒരു വല്ലാത്ത പരിസരം സൃഷ്ടിച്ചു. അപ്പൊ പുസ്തകങ്ങൾക്ക് എങ്ങനെ ഒരു ഭാവപ്രപഞ്ചം സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് ഞാൻ ആദ്യം അറിയുന്നത് മഞ്ഞ് എന്ന നോവലിൽ. അപ്പൊ എനിക്ക് എം.ടി. വേറെ ഏതൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പൊ എം.ടിയോടൊപ്പം പഠിച്ചൊരു സീതാരാമയ്യർ ഉണ്ട് എന്റെ ഗ്രാമത്തിൽ. അപ്പൊ അദ്ദേഹത്തോട് പോയി ചോദിച്ചു. അപ്പൊ എം.ടി. എഴുതിയ സാഹിത്യത്തെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല. അവൻ ഏതോ വെളിച്ചപ്പാടുള്ള സിനിമ എടുത്ത് അവാർഡ് കിടച്ചിരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഞാൻ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച മുഴുവൻ കൃഷ്ണൻകുട്ടി മാഷോട് പോയി ചോദിച്ചു. അപ്പൊ കൃഷ്ണൻകുട്ടി മാഷ് പറഞ്ഞു, അദ്ദേഹം വലിയ എഴുത്തുകാരനാണ്. പറഞ്ഞിട്ട് അദ്ദേഹം ഒരു 4-5 പുസ്തകങ്ങൾ തന്നു. പിന്നെ ഞാൻ വിക്ടോറിയ കോളേജിന്റെ അടുത്ത് അന്നൊരു ശാരദാ ശങ്കര ലൈബ്രറി ഉണ്ടായിരുന്നു. അവിടുന്ന് കുറെ പുസ്തകങ്ങൾ, അവിടെ മെമ്പർഷിപ്പ് എടുത്തു എം.ടിയുടെ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു 16-18 ഈ വയസ്സിനുള്ളിൽ എം.ടിയുടെ മുഴുവൻ സാഹിത്യവും വായിച്ചു തുടങ്ങും.
അതോട് കൂടിയിട്ടാണ് എഴുത്തുകാരനാണെന്നുള്ള മോഹം. അതുവരെ എനിക്ക് ക്രിക്കറ്റ് കളിക്കാരനാണെന്നായിരുന്നു മോഹം. എന്റെ ഗ്രാമത്തിന്റെ ഫാസ്റ്റ് ബോളർ വേഗപ്പന്ത് വീച്ച ആളാണ്. അപ്പൊ ഒരു രഞ്ജി ടീമിലൊക്കെ കയറാനുള്ള തോപ്പ് എനിക്ക് ഉണ്ടാകും. കാരണം ഗ്രാമങ്ങൾ നമ്മൾ കളിക്കുമ്പോഴൊക്കെ എനിക്കാണ് 3-4 വിക്കറ്റുകൾ കിട്ടുക. അവിടുന്ന് എഴുത്തുകാരനാവണമെന്ന മോഹം അതുണ്ടാക്കിയത് ഈ MTയുടെ ഒരു കഥാലോകം. അപ്പൊ അന്നത്തെ വായനയുടെ ആദ്യഘട്ടത്തിൽ MTയുടെ കഥകളിൽ എന്നെ ഹോണ്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് വിശപ്പാണ്. അന്നൊക്കെ കർക്കിടകവും ഒരു പിറന്നാളിന്റെ ഓർമ്മ കഥകളൊക്കെ വായിച്ച് കരഞ്ഞില്ല. കാരണം ആ കഥകൾക്ക് എന്റെ കുട്ടിക്കാലവുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ എന്റെ ബാല്യത്തിൽ പട്ടിണിയൊന്നും കിടന്നിട്ടില്ല. പക്ഷെ റേഷനരി ചുമന്നു കൊണ്ടുവരുന്ന ഒരു ലോറിക്ക് വേണ്ടി മാസത്തിൽ 2 തവണ ആ ലോറി വരും. അതിനുവേണ്ടി കാത്തിരിക്കുന്ന വീട്ടമ്മമാരുടെ ചിത്രം എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയാണ്. ആ ലോറി 2-3 ദിവസം വൈകിയാണ് ഈ വീട്ടമ്മമാർ അസ്വസ്ഥരാകുന്നത്. കാരണം റേഷനരി ആയിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ആശ്രയം. വീട്ടിലെ മുതിർന്ന പുരുഷന്മാർക്ക് ചോറുണ്ടാവും, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ മിക്കവാറും കഞ്ഞിയാണ്. അതുപോലെ പച്ചക്കറി ഇല്ലാത്ത ദിവസങ്ങളിൽ അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിച്ച ഓർമ്മ. ഇത് പ്രധാനമായിട്ടും ഭൂപരിഷ്കരണ നിയമം വന്നതോടു കൂടിയിട്ടാണ് അഗ്രഹാരത്തിൽ വിശപ്പ് എന്നത് ഇത്രയും രൂക്ഷമായ ഒരു പ്രശ്നമാണ്. അതിനു മുമ്പൊക്കെ എല്ലാവർക്കും കൃഷിയുണ്ടായിരുന്നു. എന്റെ മുത്തശ്ശന് ചിറ്റൂർ തത്തമംഗലത്തിന്റെ കൃഷിയുണ്ടായിരുന്നു. ഈ ലാൻഡ് റിഫോം ബിൽ വന്നതോടുകൂടി പലരുടെയും കൃഷി നഷ്ടപ്പെട്ടു. അതോടുകൂടിയിട്ടാണ് അഗ്രഹാരത്തിന് ആൺകുട്ടികൾ ടൈപ്പ്റൈറ്റിംഗും ഷോർട്ട് ഹാൻഡും പഠിച്ച് ബോംബെക്കും കൽക്കട്ടയ്ക്കും ഒക്കെ വണ്ടി കയറുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോ കയ്യിൽ കാശില്ലാത്ത ഒരവസ്ഥ, വിശപ്പിന്റെ അവസ്ഥ, ഇതൊക്കെ പല രൂപങ്ങളിൽ MTയുടെ കഥകളിൽ വായിക്കാനിടയായത് ആ കാലത്ത് ആ കഥകളോട് ഒരു പ്രത്യേക അടുപ്പം തോന്നാനുണ്ടായ കാരണമാണ്. പിന്നെ ഒരു വിഷയം, പണം. MTയുടെ കഥകളിൽ ആവർത്തിച്ചു വരുന്നൊരു വിഷയമാണ് മണി. അത് ആദ്യത്തെ കഥയായിട്ടുള്ള വളർത്തുമൃഗങ്ങളിൽ തന്നെ പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് രംഗങ്ങളുണ്ട്. വേറെയും ഒരുപാട് കഥകൾ, പടക്കം, തെറ്റുതിരുത്തും, മുകളിലുള്ള ശൃംഖലകൾ, പള്ളിവാൾ കാൽച്ചനമ്പം, വിൽപ്പന, ശിലാനികരും, ഇതിലൊക്കെ പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രംഗങ്ങളുണ്ട്. വാനപ്രസ്ഥത്തിൽ പോലും അത് നടക്കാതെ പോയൊരു പ്രണയത്തിന്റെ കഥയാണെങ്കിൽ പോലും പണവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭാഷണങ്ങൾ അതിലുണ്ട്. ഇത് MTയുടെ നീലക്കൊന്നകൾ എന്ന് പറയുന്ന ഒരു കഥ തുടങ്ങുന്നത് തന്നെ ആ കഥയുടെ ആദ്യത്തെ വരി, പിശുക്കന്റെ ഹൃദയം പോലെ പരണ്ടു കിടക്കുന്ന ഭൂഭാഗങ്ങൾ കടന്ന് മലനിരകളുടെ തുടക്കത്തിലെ ചെറിയ ജംഗ്ഷനിൽ വണ്ടി നിന്നപ്പോൾ നേരം 9 മണിയായിരുന്നു. കഥ തുടങ്ങുന്നത് പിശുക്കന്റെ ഹൃദയം പോലെ വരണ്ട ഭൂഭാഗങ്ങളിൽ നിന്ന്. അപ്പോ ഒരു പ്രകൃതി വർണ്ണനയിൽ പോലും MTയിൽ ഒരു ഇക്കോണമിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹം അവസാന കാലത്ത് എഴുതിയ ഷാർലക്ക്, പെരുമഴയുടെ പിറ്റേന്ന് എന്നീ കഥകളിലേക്ക് എത്തുമ്പോൾ റുപ്പി മാറി ഡോളർ ആകുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോ ഈ പണത്തിന് വേണ്ടി വല്ലാതെ സ്ട്രഗിൾ ചെയ്തൊരു പാസ്റ്റ് എനിക്ക് എന്റെ ജീവിതത്തിൽ. 84-ൽ ഞാൻ ബോംബെയിലേക്ക് ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്ത് എന്റെ ശമ്പളം 400 രൂപയാണ്. 40 കൊല്ലം മുമ്പാണെങ്കിൽ പോലും 400 രൂപ വെച്ചുകൊണ്ട് ബോംബെയിൽ ഒരു മാസം കഴിച്ചു കൂട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ 20 മണി ആകുമ്പോഴേക്കും കയ്യിൽ പൈസയൊക്കെ തീരും. അപ്പൊ മിക്കവാറും ഒരു നേരൊക്കെ ആയിരിക്കും ഭക്ഷണം. അതും ഈ 50 പൈസയുടെ ബേൽപൂരിയും 20 പൈസയുടെ പച്ചവെള്ളം പഴമൊക്കെയാണ് ഒരു ദിവസത്തെ ഭക്ഷണം.
അന്ന് പലരോട് പൈസ കടം ചോദിച്ചിട്ടുണ്ട്, കള്ളവണ്ടി കയറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പണത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു കാലം 84 മുതൽ 88 വരെയുള്ള ഒരു കാലം എനിക്കുണ്ട്. അപ്പോ അന്നൊക്കെ ബോംബെയിലെ ആൾക്കൂട്ടത്തിൽ തനിച്ച് വിഷമ നടക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്റെ ജീവിതമാണല്ലോ എം.ടി പല കഥകളിലും എഴുതിയിട്ടുള്ളത് എന്ന് തോന്നിയിട്ടുണ്ട്. ഇത് രണ്ട് വിഷയം. അപ്പൊ വിശപ്പും പണവും ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങൾ പോലെയാണ് എന്നാണ് തോന്നുമായിരുന്നു. പിന്നെ പ്രണയ കഥകളിലേക്ക് വരുമ്പോൾ എം.ടി പല ഷെയ്ഡിലുള്ള പ്രണയ കഥകൾ എഴുതിയിട്ടുണ്ട്. അതിൽ കാമത്തിന്റെ സൗമ്യമായ വർണ്ണനകളുണ്ട്. എന്റെ കൗമാരത്തിനും യൗവനത്തിനും എന്റെ മനസ്സിൽ രൂപപ്പെട്ട പ്രണയ സങ്കല്പങ്ങളിലെ പെൺകുട്ടികൾക്ക് കാലത്തിലെ സുനന്ദയുടെയും മഞ്ഞിലെ വിമലയുടെയും വാനപ്രസ്ഥത്തിലെ വിനോദിനിയുടെയും ഒക്കെ ഛായ ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. മാത്രമല്ല, പേരുകൾ കേൾക്കുന്നത് തന്നെ വലിയ കൗതുകമുള്ള അനുഭവമായിരുന്നു. ഞാൻ ചെറുപ്പം മുതൽ കേട്ടു വളർന്ന പേരുകളൊക്കെ തൈലാമ്പോൾ, അലവേലു, ഉമാമഹേശ്വരി, മംഗളം ഒക്കെയാണ്. അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു സുലോചനം, സരോജിനി എന്നൊക്കെ കേൾക്കുന്നത്. മാത്രമല്ല, കാമുകൻ കാമുകിയെ കുട്ടി എന്ന് വിളിച്ച് കേൾക്കുന്നത് എം.ടിയുടെ കഥകളിലാണ്. എനിക്ക് ഇതുവരെ അഗ്രഹാരത്തിൽ ഒരു പെൺകുട്ടിയോടും പ്രണയം തോന്നിയിട്ടില്ല, ഞാൻ പ്രണയിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഈ കഥാപാത്രങ്ങൾ, എം.ടിയുടെ സ്ത്രീ കഥാപാത്രങ്ങൾ, എം.ടിയുടെ പ്രണയിനികൾ എന്റെ മനസ്സിൽ പ്രണയം രൂപപ്പെടുത്താൻ സഹായിച്ചവരാണ്. അപ്പൊ എം.ടിയുടെ പ്രണയം എന്നെ വല്ലാതെ ആകർഷിച്ച ഒന്നാണ്. പിന്നെ എം.ടിയുടെ കഥകളിൽ പൊതുവെ കാണാറുള്ള, കഥാപാത്രങ്ങളിൽ കാണാറുള്ള ഒരു അശാന്തി, അത് എന്റെ ഒരു അശാന്തി അല്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഞാൻ ജനിച്ചത് ഒരു അമാവാസി രാത്രിയിലാണ്. അമാവാസിക്ക് ചന്ദ്രന് പക്ഷബലമില്ല. ചന്ദ്രനാണ് മനസ്സിന്റെ കാരൻ. ഈ പക്ഷബലമില്ലാത്ത രാത്രികളിൽ ജനിച്ചവർ പൊതുവെ അശാന്തരും അകാരണമായ അസ്വസ്ഥതയും ആത്മപീഡനവും ഒക്കെ അനുഭവിക്കുന്നവരാണ്. ഒരുപക്ഷെ ഞാൻ എഴുത്തുകാരനായ അതുകൊണ്ടായിരിക്കാം. അത് ഒറ്റപ്പെട്ടു പോകുന്ന സമയത്താണ് അതിന്റെ ഏറ്റവും വലിയ ഉച്ചാവസ്ഥ. എങ്ങനെ ഒറ്റപ്പെട്ടു പോയവരുടെ കഥകൾ, പരാജയപ്പെട്ടവരുടെ കഥകൾ, ആത്മബോധനം അനുഭവിക്കുന്നവരുടെ കഥകൾ, ഇതൊക്കെയാണല്ലോ എം.ടി എഴുതിയത്. ഇതും എം.ടിയുടെ കഥകൾ എന്നെ വല്ലാതെ ആകർഷണം തോന്നിച്ച ഘടകമാണ്. പിന്നെ ഞാൻ എഴുതണമെന്ന് ആഗ്രഹം തോന്നി, പതുക്കെ പതുക്കെ എഴുതാൻ തുടങ്ങി, കഥകളൊക്കെ തിരിച്ചു വരാൻ തുടങ്ങി. പാലക്കാടുള്ള തിങ്കളാഴ്ച അയക്കുന്ന കഥ ബുധനാഴ്ച തിരിച്ചു കിട്ടും. കാരണം അന്നത്തെ സ്റ്റാമ്പ് ഒട്ടിച്ച് അഡ്രസ് എഴുതിയ കവറൊക്കെ വെച്ചിട്ടാണ് കഥ അയക്കുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് ശക്തിയും ഊർജവും തന്ന പുസ്തകമാണ് കാർത്തികന്റെ മണിപ്പുര. അത് എഴുതി തുടങ്ങുന്നവർക്കൊരു ശരിക്കും ഗൈഡ് തന്നെയാണെന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ ആദ്യത്തെ പാഠം അതിൽ എം.ടി എഴുതുന്നുണ്ട്. നിങ്ങൾ അയക്കുന്ന കുറച്ച് കടലാസുകൾ പത്രമാഫീസിൽ നിന്നും തിരിച്ചു വരുന്നതിൽ നിരാശപ്പെട്ട് നിങ്ങൾ എടുത്തു നിർത്തുകയാണെങ്കിൽ സാഹിത്യം നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള വിലയില്ല. എഴുത്തിന് ആദ്യത്തെ പാഠം. അതുപോലെ ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ കൂടുതലും അഗ്രഹാര കഥകളാണല്ലോ, അഗ്രഹാര ജീവിതവുമായി ബന്ധപ്പെട്ട കഥകളാണല്ലോ എഴുതുന്നത്, അത് നമ്മുടെ പരിമിതിയില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അതിനുള്ള ഉത്തരം കാർത്തികന്റെ മണിപ്പുരയിൽ എനിക്ക് എഴുതിയിട്ടുണ്ട്. തെരഞ്ഞെടുക്കുന്ന ജീവിതത്തിന്റെ ഏത് ഭാഗത്തെ സമീപിക്കുന്നു, ഏത് ഭാഗം എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങും എന്ന് തീരുമാനിക്കുന്നത് ഒരു എഴുത്തുകാരന്റെ ജീവിതത്തിലെ സുപ്രധാന നിമിഷമാണ്. ഈ കൈപ്പിടിയിൽ ഒതുങ്ങുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് എഴുത്തില്. എനിക്ക് കൈപ്പിടിയിൽ ഒതുങ്ങുന്ന വിഷയമാണ് ഞാൻ എഴുതുന്നത്. അപ്പൊ എന്റെ ഉത്തരം കാർത്തികന്റെ മണിപ്പുരയിൽ അന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ, ഒരു വ്യക്തി എന്നുള്ള നിലയിലൊക്കെ എന്നെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ എം.ടി എന്ന എഴുത്തുകാരൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്.
പിന്നെ എം ടി എന്ന മനുഷ്യനിലേക്ക് വരികയാണെങ്കിൽ എം ടിയുടെ മനസ്സിലേക്ക് പ്രവേശനം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എല്ലാവരും പെട്ടെന്ന് എം ടി അടുപ്പിക്കില്ല. നമ്മൾ എക്സ്റേ ഐസ് എന്ന് പറയുന്നത് നോട്ടം കൊണ്ട് തന്നെ ഒരാളെ നിരീക്ഷിച്ച് മനസ്സിലാക്കാനുള്ള വൈഭവം അദ്ദേഹത്തിനുണ്ട്. ഇനി അടുത്തു കഴിഞ്ഞ ശേഷം പല ദുരനുഭവങ്ങൾ ഉണ്ടായാൽ അവരെ അകത്ത് നിർത്താൻ എം ടിക്ക് അറിയാം. അതായത് നമ്മൾ എപ്പോൾ വേണമെങ്കിൽ വീണു പോകാവുന്ന ഒരു ചതിക്കുഴി നമ്മുടെ സമീപത്ത് എവിടെയോ ഉണ്ട് എന്നൊരു തോന്നൽ എം ടിക്ക് എപ്പോഴും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വഴികുഴി എന്നുള്ളത് ഒരു കഥ പോലും എഴുതിയിട്ടുണ്ട്. താഴ്വാരം എന്നുള്ള സിനിമയിൽ എനിക്ക് ആ കഥാപാത്രത്തിന്റെ പേര് ഓർമ്മയില്ല. ആ മോഹൻലാലിന്റെ കാല് പിടിച്ചിട്ടേ ക്ഷമിക്കണം ദാസ, ഇത്തവണത്തേക്ക് ഒരു തവണത്തേക്ക് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കാല് പിടിച്ച് വലിച്ച് മലർത്തിയിടുന്നത് രംഗം ഓർമ്മയുണ്ടോ? താഴ്വാരം എന്നുള്ള സിനിമ കണ്ട ആൾക്കാർക്ക് ഓർമ്മയുണ്ടോ? കാല് പിടിച്ചിട്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കാല് അങ്ങനെ പിടിച്ച് മലർത്തി. അതേപോലെ ചതിയൻ ചന്ദ്രന് പുതിയ ഭാവം നൽകി ചതിയനല്ല എന്ന് സ്ഥാപിച്ചു. വ്യക്തിപരമായൊരു അനുഭവം 95-ൽ എം ടിക്കാണ് ജ്ഞാനപീഠം എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അപ്പല്ല പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയില്ല, അനന്തമൂർത്തിക്കാണ് കിട്ടിയത്. പിറ്റേക്കൊല്ലാണ് എം ടിക്ക് കിട്ടിയത്. അപ്പൊ എം ടിക്കാണ് ജ്ഞാനപീഠം എന്നൊരു വാർത്ത വന്ന സമയത്ത് നമ്മുടെ മൾബറിയുടെ ശൈലി നമുക്കിന്ന് എം ടി എന്നുള്ളൊരു പുസ്തകം ഇറക്കിയല്ലോ, N for മലയാളം, T for ടോട്ടാലിറ്റി, മലയാളത്തിന്റെ പൂർണ്ണത. കാരണം ആ ജ്ഞാനപീഠത്തിന്റെ ഫീലുള്ള പുസ്തകം കൂടെ വിറ്റുപോകുന്നു. അപ്പൊ അത് എം ടിയുടെ കോൺട്രിബ്യൂഷൻസ് ഒന്നുമില്ല. എം ടിയുടെ 5 കഥകള്, നോവലിന്റെ കുറച്ച് ഭാഗങ്ങള്, തിരക്കഥയുടെ കുറച്ച് ഭാഗങ്ങള്, പിന്നെ ഒരു അഭിമുഖം, അത്രേ ഉള്ളൂ. അപ്പൊ ആ പുസ്തകത്തിൽ ഒരു കുറിപ്പുമാണ്. അപ്പൊ എം ടിയുടെ ഒരു കുറിപ്പ് എഴുതി തരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ എം ടി ഒരു ചെറിയ കുറിപ്പ് എഴുതി കൊടുത്തു. അതിലൊരു ഭാഗത്തിൽ എഴുതുന്നുണ്ട്, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തൊടിയിലൂടെയൊക്കെ നടക്കുമ്പോൾ അമ്മ എപ്പോഴും പറയും കാൽക്കീഴിൽ നോക്കി നടക്കണം. ഇപ്പോൾ വയസ്സ് 80 ഇപ്പോഴും കാൽക്കീഴിൽ നോക്കിയാണ് അമ്മയെ നടക്കുന്നത്. മാത്രമല്ല അതിന് വേറൊരു അനുഭവം ഉണ്ടായത്, ആ പുസ്തകത്തിന്റെ കവറിൽ എം ടിയുടെ കയ്യൊപ്പാണ്. അതായത് പ്രിന്റഡ് ഫോണ്ട് അല്ല. അപ്പൊ എം ടിയുടെ ഒപ്പ് വേണം. അപ്പൊ ഞാനും ശൈലിയും കൂടെയാണ് മാതൃഭൂമി ഓഫീസിൽ പോയിട്ട് എം ടിയുടെ ഒപ്പ് വാങ്ങാൻ പോകുന്നത്. അപ്പൊ പറഞ്ഞത് എം ടിയുടെ സെൻട്രൽ ഹെഡിന്റെ ടേബിളില് എം ടി എന്ന് ഒപ്പിട്ട് കൊടുത്തൊരു 1/2 മിനിറ്റ് പോലും ആയിട്ടുണ്ടാവില്ല. 1 മിനിറ്റ് തരുമെന്ന് പറഞ്ഞാൽ തിരിച്ചു വാങ്ങുമ്പോൾ അയാൾക്ക് ഒപ്പിട്ട് വേണേ എന്നിട്ട് ഇതിന് നല്ല വെറുത്തോളൂ. അപ്പൊ ശൈലിക്ക് ഇതെന്താണോ മനസ്സിലായില്ല. ഇതെന്താ വെച്ചാൽ ഇടയിലൊന്നും അനുവദിച്ചറിഞ്ഞാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആലോചിച്ച് നോക്കുക, എന്തൊരു ലെറ്റർ ഹെഡാണ്, താഴെ എം ടി എന്നൊരു ഒപ്പുണ്ട്, ഇടയിൽ എന്തോരം എഴുതി ചേർത്തൂടെ. അത് ആദ്യം കൊടുക്കുമ്പോ ഓർത്തില്ല, പെട്ടെന്ന് ഓർമ്മ വന്ന് പറഞ്ഞാൽ അത് വാങ്ങി. എന്നിട്ട് ഇത് നല്ലത് എടുത്തോളുന്നാണ് സംശയം തോന്നാതിരിക്കും. അപ്പൊ എന്താ വെച്ചാൽ എപ്പോഴും ഒരു ചതി പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കരുതൽ എം ടി എടുക്കുന്നത്. അത് ജീവിതത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങൾ കൊണ്ടാണ്. നേരത്തെ KC സാർ പറഞ്ഞു എം ടി ആരെങ്കിലും ചതിക്കുകയാണ്. ചെറുപുഞ്ചിരി എന്നുള്ള സിനിമയ്ക്ക് എം ടിക്ക് സ്ക്രിപ്റ്റിന് പൈസ കിട്ടിയിട്ടുണ്ടാവും. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുക. ഒരു പൈസ പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടിയില്ല. എഗ്രിമെന്റ് വയലേറ്റ് ചെയ്തു പ്രൊഡ്യൂസർ. ഇത് എം ടി തന്നെ പറഞ്ഞു. അപ്പോ ഇങ്ങനൊരു സ്വയം കരുതൽ എം ടിക്ക് എപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെ കരുതലുള്ള ഒരാളുടെ മനസ്സിലേക്ക് പ്രവേശനം കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ ഈ എം ടി ഭ്രാന്ത് പിടിച്ച് നടന്ന കാലത്ത് എന്തെങ്കിലും ഒന്ന് എം ടി ദൂരം നിന്ന് കാണുമ്പോൾ മാത്രമേ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ആദ്യമായിട്ട് കണ്ടത് 79-ൽ വിക്ടോറിയ കോളേജിലെ ഇനോഗ്രേഷൻ വന്നു. അപ്പൊ എം ടി ആണ് കോളേജിലെ ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞ് ഫ്രണ്ട് സീറ്റിൽ പോയി ഇരിക്കുക. അന്ന് 45 മിനിറ്റ് സംസാരിച്ചു. അന്ന് പ്രസംഗത്തിൽ എം ടി പറഞ്ഞൊരു വാചകം ഞാൻ എപ്പോഴും ഓർക്കുന്നു. എനിക്ക് എന്റെ ജീവിതത്തെക്കാൾ വലുതെന്ന് സാധിക്കും. അന്ന് 16 വയസ്സ് മാത്രം പ്രായമുള്ള എനിക്ക് അന്നത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പിന്നീട് അദ്ദേഹം അക്ഷരങ്ങൾ എന്നൊരു സിനിമ എഴുതി.
അതിൽ ഭരത്തോട് പറയുന്നുണ്ട്, ജീവിതത്തെക്കാൾ വലുതാണ് കല. അന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം ഏതൊരു സാധാരണക്കാരനെയും പോലെ ജീവിതമാണ് ഏറ്റവും വലുതെന്നാണ് ഞാനും വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഈ പറഞ്ഞതൊന്നും വെറും പറച്ചിലല്ല എന്ന് സ്വന്തം പ്രവൃത്തിയിലൂടെ തെളിയിച്ച ഒരു മഹാമനുഷ്യന്റെ പേരാണ് MT വാസുദേവൻ നായർ. പിന്നെ കേസി രാവിലെ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് ആത്മബലം, എഴുത്തുകാരനാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആത്മബലം. ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, എനിക്ക് വീടിന്റെ പുറത്ത് എഴുത്തുകാരൻ എന്ന ബോർഡ് വെക്കാൻ പറ്റില്ല. ഒരു ഡോക്ടർക്കോ ഒരു എഞ്ചിനീയർക്കോ ഒരു അഡ്വക്കേറ്റിനോ ഒരു ഓഡിറ്റർക്കോ വെക്കാം. എനിക്ക് റൈറ്ററിനുള്ള ബോർഡ് വീടിന്റെ പുറത്ത് വയ്ക്കാൻ പറ്റില്ല. പക്ഷെ സമൂഹത്തിൽ അവരൊക്കെ എത്രത്തോളം പ്രാധാന്യമുള്ളവരാണോ അതുപോലെ പ്രാധാന്യമുള്ള ആളാണ് ഞാൻ എന്ന് അദ്ദേഹം, അതാണ് ആ ഒരു എഴുത്തുകാരന്റെ പ്രൈഡ്. അതെന്നും അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു. അതേപോലെ MTയുടെ പത്രാധിപരിൽ ഒരു മനുഷ്യന്റെ വലിയൊരു അംശമുണ്ട്. മേലിൽ രാധാകൃഷ്ണൻ സൂര്യവംശം എന്ന നോവൽ വന്ന സമയത്ത് MT അത് വായിക്കുന്നു. വായിച്ച ശേഷം GN പിള്ളയ്ക്ക് അത് വായിക്കാൻ കൊടുക്കുന്നു. GN പിള്ളയും അത് വായിക്കുന്നു. അവർക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല, അത് പബ്ലിഷ് ചെയ്യണോ വേണ്ടത്. അവസാനം അത് പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ MT അന്ന് നേരിട്ട് ഇംഗ്ലീഷിലാണ് മറുപടി അയക്കുന്നത്. We have decided to publish your novel. It was a breath of fresh air എന്നായിരുന്നു ഇംഗ്ലീഷിലാണ് MT മറുപടി അയച്ചത്. ഇത് കഴിഞ്ഞ് നോവൽ അച്ചടിച്ചു വരാൻ തുടങ്ങി. ആഴ്ചപ്പതിപ്പിന്റെ സർക്കുലേഷൻ കുറയുന്നു. ഒരു 4 മാസം ആവുമ്പോഴേക്കും 10,000-3000 കോപ്പി സർക്കുലേഷൻ കുറഞ്ഞു. അപ്പൊ ഈ നോവൽ നിർത്താം എന്ന മാനേജ്മെന്റിനൊരു ചിന്ത വന്നു. അപ്പൊ അന്ന് MT ആണ് ഒരു മീറ്റിംഗ് കൂടി, ഈ നോവൽ നടത്തണോ വേണ്ടതെന്നുള്ളതിന് ഒരു മീറ്റിംഗ് കൂടി. അപ്പൊ MT ആണെന്ന് വാദിച്ചത് നോവൽ പകുതിയിൽ വെച്ച് നിർത്തരുത്. കാരണം നമുക്കൊരു എഴുത്തുകാരന് ചെയ്യാവുന്ന ഏറ്റവും വലിയ അപമാനമാണ്. ഇത് എത്ര സർക്കുലേഷൻ കുറഞ്ഞു, അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടത് ഞാൻ ചെയ്യും എന്നെ MTയുടെ ഒരു വാക്കിലാണ് ആ നോവൽ തുടർന്ന് പ്രസിദ്ധീകരിച്ചത്. അതേപോലെ M. സുകുമാരൻ മരിച്ചിട്ടില്ലാത്തവരുടെ സ്മാരകങ്ങൾ എന്ന കഥ ആഴ്ചപ്പതിപ്പിന് അയക്കുന്നു. അപ്പൊ അന്ന് സുകുമാരന്റെ ജോലിയില്ല. ആ NGO സമരത്തില് പങ്കെടുത്ത തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ സുകുമാരൻ MTക്ക് എഴുതി, സാധാരണ തരുന്നതിന് കുറച്ചുകൂടി കൂടുതൽ പ്രതിഫലം തരണം, ജോലിയൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് ആഴ്ചപ്പതിപ്പിന് 75 രൂപയാണ് കഥയ്ക്ക് പ്രതിഫലം. അപ്പൊ MT മറുപടി എഴുതി, ഒരു പത്രാധിപർ എന്ന നിലയിൽ 100 രൂപയിൽ കൂടുതൽ പ്രതിഫലം തരാൻ എനിക്ക് നിർവാഹമില്ല. പക്ഷെ ഇതുകൊണ്ടൊന്നും സുകുമാരൻ എഴുത്ത് നിർത്തരുത്. ഈ ഭൂമിക്ക് സുകുമാരന് ആവശ്യമുണ്ട്. ഈ ഭൂമിക്ക് സുകുമാരന് ആവശ്യമുണ്ടെന്നാണ് MT എഴുതി. കാരണം അന്ന് നമ്മുടെ സാമൂഹ്യ പ്രശ്നത്തിൽ ഏറ്റവും ശക്തമായി ഇടപെടുകയും ഏറ്റവും ശക്തമായ രാഷ്ട്രീയ കഥകൾ എഴുതുകയും ചെയ്തിരുന്ന ആളായിരുന്നു M. സുകുമാരൻ. ഇങ്ങനെ പല ഘട്ടങ്ങളിൽ ഒരു പത്രാധിപൻ എന്നുള്ള നിലയ്ക്ക് MT എടുത്ത തീരുമാനങ്ങൾ, MT നടത്തിയ ഇടപെടലുകൾ ആ കാലത്ത് മലയാള സാഹിത്യത്തിന്റെ ഭാവുകത്വത്തെ തന്നെ നിശ്ചയിച്ച ഘടകമാണ്. ശത്രുഘ്നൻ മാതൃഭൂമിയുടെ സബ്ഡിറക്ടറേറ്റ്, അതായത് 89 ആണ് എന്റെ ആദ്യത്തെ കഥ മാതൃഭൂമി അയച്ചപ്പുറത്തിൽ വരുന്നത്. അതിനു മുമ്പൊക്കെ ഈ പറഞ്ഞ തിങ്കളാഴ്ച അയച്ച കഥ ബുധനാഴ്ച തിരിച്ചു വരും. ഞാനങ്ങനെ മാതൃഭൂമിക്ക് അയക്കുന്നു നടത്തിയിരുന്നു. രണ്ടാമത് MT വന്നപ്പോ ഒരു മോഹം വായിച്ചു കൊടുത്ത ചിലപ്പോ വന്നാലും. അപ്പൊ അങ്ങനെ ശത്രുഘ്നനാണ് കഥകളുടെ കംപ്ലീറ്റ് ഇൻചാർജ്. അപ്പൊ കഥകളുടെ ഫുൾ ഇൻചാർജ് ഏൽപ്പിക്കുമ്പോ MT ശത്രുഘ്നനോട് പറഞ്ഞ വാക്ക്, ഹ്യൂമൻ എലമെന്റ് ഇല്ലാത്ത ഒരു കഥയും പ്രസിദ്ധീകരിക്കണ്ട, എത്ര പ്രശസ്തനാണെങ്കിലും. ഇതാണ് ശത്രുഘ്നന് കൊടുത്ത ഒരു ഉപദേശം. അപ്പൊ ഞാനൊരു കഥ അയച്ചു. അപ്പൊ അന്നൊക്കെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു കഥ വരുമ്പോ, അതായത് ഇത് കൊടുക്കണോ വേണ്ടയോ എന്നൊരു സംശയം വരുമല്ലോ, അങ്ങനത്തെ കഥകൾ വരുമ്പോ, പാലക്കാട്ടുകാരുടെ കഥകൾ വരുമ്പോഴൊക്കെ ശത്രുഘ്നൻ MTയുടെ ടേബിളിൽ കൊണ്ടുവരും. എന്താ വെച്ചാൽ ഒരു പാലക്കാട്ടുകാരന് മറ്റൊരു പാലക്കാട്ടുകാരൻ ഫേവർ ചെയ്തു എന്ന് തോന്നണ്ട. അപ്പൊ കഥ
സെലക്ട് ചെയ്താൽ empty മാനുസ്ക്രിപ്റ്റിന്റെ മുകളിൽ നിന്ന് ഒരു ടിക്ക് തോന്നുന്നു. അപ്പോ എന്റെ കഥ മൂന്ന് ടിക്കറ്റ് ഇട്ടായിരുന്നു. എന്റെ ആദ്യത്തെ കഥയാണ് മാതൃഭൂമിയിൽ വരാൻ പോണ കഥ. അപ്പോ ശത്രുഘ്നൻ അത് കൊടുക്കുന്നതിന് എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് കാഷ്വലായിട്ട് ചോദിച്ചപ്പോ എ ഗുഡ് അറ്റംപ്റ്റ് എന്നാണ് MT പറഞ്ഞത്. അതായത് ഒരു പരിശ്രമമാണ്, പക്ഷെ കൊടുക്കാം. അപ്പൊ പരിശ്രമത്തിൽ വിജയിച്ചിട്ടില്ല എന്നല്ല അർത്ഥം. പക്ഷെ അന്ന് മാതൃഭൂമിയിൽ ആ കഥ വന്നില്ലായിരുന്നു എങ്കിൽ പിന്നെ ഞാൻ ഒരുപക്ഷെ മാതൃഭൂമിക്ക് കഥ അയക്കില്ലായിരുന്നു. പിന്നീട് അദ്ദേഹം എഡിറ്ററായിരിക്കുന്ന സമയത്ത് 6-7 കഥകൾ വന്നു. ശൗണ്ടി എന്നൊരു നോവലും വന്നു. അന്ന് S. ബാസുരചന്ദ്രൻ കേരള കൗമുദി ഓണപ്പുതുപ്പിന് വേണ്ടി MT ഇന്റർവ്യൂ ചെയ്തു. അതിൽ ബാസുരചന്ദ്രൻ MTയോട് ചോദിക്കുന്നുണ്ട്, ഒരു പത്രാധിപർ എഴുത്തുകാരനെ സഹായിക്കേണ്ട ആവശ്യമുണ്ടോ? ചോദ്യമാണ്. അതിന് MT പറഞ്ഞ ഉത്തരം, സഹായിക്കുകയാണ് എന്ന് തോന്നാത്ത വിധം സഹായിക്കണം. എന്ത് പോയറ്റിക്കലായിട്ടുള്ള മറുപടിയാണ് നമുക്ക്. സഹായിക്കുകയാണ് എന്ന് തോന്നാത്ത വിധം സഹായിക്കണം. അപ്പോ ഇതാണ് പത്രാധിപരാണെങ്കിലും അത് ഉദ്യോഗമാണെങ്കിലും അതിൽ MTയിൽ ഒരു മനുഷ്യൻ എന്നും പ്രവർത്തിച്ചിരുന്നു. അതും എഴുത്തുകാരുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഒരു എഴുത്തുകാരൻ, ഒരു പത്രാധിപരായിരുന്നു MT. പിന്നീട് കുഞ്ചംപറമ്പിൽ വെച്ച് കോഴിക്കോട് പല പുസ്തക പ്രകാശനങ്ങൾക്കും ഒക്കെ വെച്ച് കണ്ടു. MT എന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയത് ശത്രുഘ്നാണ്, മാതൃഭൂമി ഓഫീസിൽ വെച്ച്. അന്ന് MT വലിയ തിരക്കൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ്. എങ്കിലും MTയുടെ മുമ്പിൽ നിന്ന് വേഗം രക്ഷപ്പെടാനാണ് ഞാൻ ശ്രമിച്ചത്. വേണമെങ്കിൽ കുറെ നേരം സംസാരിച്ചിരിക്കാമായിരുന്നു, പക്ഷെ എത്രയും വേഗം മുമ്പിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് അന്ന് തോന്നിയത്. പിന്നീട് MTയുമായിട്ട് അടുത്തു. അത് MTക്ക് തോന്നിയിട്ടുണ്ടാവാം ഇയാളുടെ ശല്യക്കാരനല്ല എന്ന് തോന്നിയിട്ടുണ്ടാവാം. അപ്പൊ ആദ്യമൊക്കെ വിദൂരമായ ഒരു നോട്ടം, സുഭാഷ് എഴുതിയ പോലെ കഷായം പോലെ ഒരു മന്ദഹാസമെന്ന് ആദ്യം തന്നതാണ്. പിന്നെ അടുത്തു, എന്റെ കഥകൾ പ്രസിദ്ധീകരിച്ചു. പിന്നെ വീട്ടിൽ വന്നു, 3 തവണ വീട്ടിൽ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ആഹ്ലാദിപ്പിച്ചത് ഒരു വിഷു ദിവസം കണ്ടപ്പോ 101 രൂപ കൈനീട്ടം എടുത്തു തന്നു. ഞാൻ എപ്പോഴും സൂക്ഷിച്ചു വെച്ചു. അത് ജീവിതത്തിന്റെ ഒരു ഏറ്റവും വലിയ സുഹൃതവും സൗഭാഗ്യവുമായിട്ട് കാണുന്നു. അന്ന് എനിക്ക് തരണമെന്ന് തോന്നി കൈനീട്ടം വിഷു ദിവസം. പിന്നെ എന്റെ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. അതൊക്കെ എന്റെ ഈ ഒരു ചെറിയ ജീവിതത്തിൽ എനിക്കുണ്ടായ വലിയ സൗഭാഗ്യങ്ങളാണ്. ഡിസംബർ 25-ന് MT മരിച്ച് MTയുടെ ശവദാഹം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ MT ഇല്ലാത്തൊരു കോഴിക്കോടിനെ കുറിച്ചാണ് ആലോചിച്ചത്. കാരണം കോഴിക്കോട്ടിൽ MT ഉണ്ടാവുക എന്നുള്ളതൊരു ശക്തിയാണ്. MT കോഴിക്കോട്ടിലുണ്ട് എന്നത് നമ്മുടെയൊക്കെ ഒരു ധൈര്യമാണ്. നമുക്ക് എന്തും തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ആശ്വാസ കേന്ദ്രം ആയിരുന്നു കോഴിക്കോട്, MTക്കുള്ള കോഴിക്കോട്. അപ്പൊ ഇനി കോഴിക്കോടിന്റെ വഴികളിലൂടെ നടക്കുമ്പോൾ, കടൽത്തീരത്തിരിക്കുമ്പോൾ, പുസ്തകശാലകളിൽ കയറി ഇറങ്ങുമ്പോഴെല്ലാം MT ഇല്ലാത്തൊരു കോഴിക്കോടാണല്ലോ എന്നൊരു ശൂന്യതാ ബോധം നിശ്ചയമായിട്ടും എന്നെ പിന്തുടരും. നന്ദി.